നമസ്കാരം. ഇന്ന് നമുക്ക് ഒരു ഫാൻറ്റസിയെക്കുറിച്ചാകാം. ഫാൻറ്റസി എന്നാൽ ഭ്രമകൽപ്പിതമായ ലോകം. നമ്മളെ എന്നും വിസ്മയത്തിലാഴ്ത്തുകയും നമ്മളെ അത്ഭുത പരതന്ത്രരാക്കുകയും ചെയ്ത അന്യഗ്രഹ ജീവികളെക്കുറിച്ചുള്ള കുറേ വിജ്ഞാന ശകലങ്ങളിലൂടെ നമുക്ക് സഞ്ചരിക്കാം. നമുക്കറിയാം, ഈയിടയ്ക്കാണ് മെയ് മാസം 8-ാം തീയതി നാളന്ന് വരെ രഹസ്യമാക്കി വച്ചിരുന്ന കുറേ രേഖകൾ അമേരിക്കയിലെ പെൻറ്റഗൺ പുറത്തുവിടുകയുണ്ടായി. ഇതിനെ UFO ഡോക്യുമെൻറ്റ്സ് എന്ന് പറയുക. ഈ UFO എന്ന് പറഞ്ഞാൽ അൺഐഡൻറ്റിഫൈഡ് ഫ്ലൈയിങ് ഓബ്ജക്ട്സ്, അതായത് നമുക്ക് തിരിച്ചറിയാൻ പെടാത്ത കുറേ സംഭവങ്ങളുടെയൊക്കെ വിവരണങ്ങളൊക്കെയാണ് UFO ഉൾക്കൊള്ളുന്നത്. ഇത് 162 രേഖകൾ ഉൾപ്പെടുന്നതാണ് ഈ UFO ഡോക്യുമെൻറ്റ്സ്. അതിൽ 38ഓളം വീഡിയോസ് ഉണ്ട്, ഏതാണ്ട് ഒരു 14 ഫോട്ടോസ് ഉണ്ട്. നമ്മൾ അന്ന് വരെ വിശ്വസിച്ചു കൊണ്ടിരുന്നത് ഒരു അന്യഗ്രഹ ജീവിക്ക് ഭൂമിയിലേക്ക് വരണമെങ്കിൽ അത് അത്രമേൽ സാങ്കേതികമായിട്ട് മുന്നിട്ട് നിൽക്കുന്ന ഒരു വിഭാഗത്തിന് മാത്രമേ സാധിക്കുള്ളൂ എന്നാണ്. അത് ഒരു സംശയം വേണ്ട, അക്കാര്യത്തിൽ അതങ്ങനെ തന്നെയാണ്, അതിൽ യാതൊരു മാറ്റമില്ല. പക്ഷെ അത് എളുപ്പം സാധിക്കുമോ? പല ആളുകളും പല അന്യഗ്രഹ ജീവികളെ കണ്ടതായിട്ട് പറയുന്നുണ്ട്. ഇപ്പം തന്നെ അമേരിക്ക ഒറിജിനലായിട്ട് കൊണ്ടുവന്ന രേഖകളിൽ അവർ ഈ ചന്ദ്രപര്യവേഷണത്തിനായിട്ട് അപ്പോളോ പേടകം പോയപ്പോൾ അവിടെ എന്തൊക്കെയോ അജ്ഞാത വസ്തുക്കൾ, ഒരു വല്ലാത്തൊരു സംഭവങ്ങളൊക്കെ അവിടെ അവരെ കണ്ടതായിട്ട് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ US നേവി, അതുപോലെ തന്നെ പല ആകാശ നിരീക്ഷകരായിട്ടുള്ള വൈമാനികർ, ഇവരെല്ലാവരും പല നിഗൂഢമായ അജ്ഞാതമായ പല ഫ്ലൈയിങ് സോഴ്സസ്, പറന്ന് നടക്കുന്ന പല സംഭവങ്ങളൊക്കെ കണ്ടതായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇതിനൊക്കെ ഒരു ആധികാരികത, ഒരു സ്ഥിരീകരണമാണ് ഈ ഒരു രേഖകൾ പുറത്തു വിടുന്നതിലൂടെ ഉണ്ടായിരിക്കുന്നത്. നാളന്ന് വരെ നമ്മളത് വിശ്വസിച്ചിരുന്നില്ല. പക്ഷേ എനിക്ക് തോന്നുന്നത് ജനങ്ങൾക്ക് ആശങ്കപ്പെടേണ്ട, ഭയചകിതരാകേണ്ട എന്നുള്ള ഒരു ദീർഘവീക്ഷണത്തിൽ ഭരണകൂടം ഗോപ്യമായിട്ട് വയ്ക്കുന്ന ചില വസ്തുതകളുണ്ട്. അതിൻ്റെയൊക്കെ കൂട്ടത്തിൽ ഉൾപ്പെട്ടു പോയിരിക്കാം ഈ UFO ഡോക്യുമെൻറ്റ്സ്. പിന്നീട് ഈ പറഞ്ഞ പോലെയുള്ള വിജ്ഞാന തൃഷ്ണരായ ആളുകളുടെ ശ്രമഫലമായിട്ടാണ് ഇത്തരം രേഖകളെല്ലാം പുറംലോകം കാണിക്കാൻ സർക്കാർ നിർബന്ധിതമായി തീർന്നത്. ഒരു അന്യഗ്രഹ ജീവി ഭൂമിയുടെ അന്തരീക്ഷത്തിലേക്ക് വരണമെങ്കിൽ ആ അന്യഗ്രഹ ജീവി ആർജിച്ചിട്ടുള്ള, ഈ ഏലിയൻസ് ആർജിച്ചിട്ടുള്ള ഈ സാങ്കേതികപരമായിട്ടുള്ള അഭ്യുന്നതി അത് എത്രമാത്രമായിരിക്കും എന്നുള്ളത് നമ്മളെ ഇരുത്തി ചിന്തിക്കുന്ന ഒന്നാണ്. അതായത് ഈ പ്രപഞ്ചം എന്നുള്ളത് എത്ര വിശാലമാണ്, അത് നമ്മുടെയൊക്കെ ചിന്തകളിൽ എത്തുന്നതിനേക്കാളും അപ്പുറം വ്യാപ്തിയുള്ളതാണ് ഈ പ്രപഞ്ചം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഈ സൂര്യൻ എന്ന് പറയുന്നത് 15 കോടി കിലോമീറ്ററിനപ്പുറം നിൽക്കുന്ന നമ്മുടെ ഏറ്റവും അടുത്ത നക്ഷത്രമാണ്, നമ്മുടെ സ്വന്തം നക്ഷത്രം. ഈ സൂര്യൻ്റെ വലുപ്പം തന്നെ ഏകദേശം 13 ലക്ഷം ഭൂമിയെ അതിൻ്റെ ഉള്ളിലേക്ക്, സൂര്യനെ 2ആയി ഛേദിച്ചാൽ അതിൻ്റെ ഉള്ളിലേക്ക് ഇടാൻ സാധിക്കും. അത്ര ഭീമാകാരമാണ് സൂര്യൻ്റെ വലുപ്പം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. സൂര്യൻ കഴിഞ്ഞ് അടുത്ത നമ്മുടെ സമീപസ്ഥനായ നക്ഷത്രമാണ് പ്രോക്സിമ സെഞ്ചുറി എന്ന് പറയുന്നത്. ഈ പ്രോക്സിമ സെഞ്ചുറിയിലേക്ക് ദൂരം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മൾ സ്വായത്തമാക്കിയിട്ടുള്ള പ്രൊപ്പൽഷൻ ടെക്നോളജിയിൽ, അതായത് ശൂന്യാകാശ വാഹനത്തിൻ്റെ വേഗതയിൽ നമ്മൾ പ്രോക്സിമ സെഞ്ചുറിയിലേക്ക് പുറപ്പെട്ടാൽ 70,000 വർഷം വേണം അവിടെ എത്തണമെങ്കിൽ. 70,000 വർഷം പ്രോക്സിമ സെഞ്ചുറിയിലേക്ക് എത്തണമെങ്കിൽ. പിന്നെ ഇതുപോലെയുള്ള ഏകദേശം ഒരു 20 കോടി നക്ഷത്രങ്ങൾ ഉൾപ്പെടുന്നതാണ് നമ്മുടെ ഈ ആകാശഗംഗ, മിൽക്കി വേ എന്ന് പറയുന്നത്. ഇത് കഴിഞ്ഞാൽ ഈ 20,000 കോടി എന്ന് പറഞ്ഞാൽ നമ്മളൊന്ന് സങ്കല്പിച്ച് നോക്കുക, അത്രമാത്രം നക്ഷത്രം നമ്മുടെ ഈ മിൽക്കി വേ ഗാലക്സിയിലുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഇത് കഴിഞ്ഞ അടുത്ത ഗാലക്സി എന്ന് പറഞ്ഞാൽ ആൻഡ്രോമിഡ ഗാലക്സിയാണ്.
ഈ ആൻഡ്രോമിഡ ഗാലക്സി കഴിഞ്ഞ് ഓറിയോൺ ഗാലക്സി, ഈ ആൻഡ്രോമിഡ ഗാലക്സിയിലേക്ക് 1,00,000 പ്രകാശവർഷമാണ് അകലെയാണ് ഈ ആൻഡ്രോമിഡ ഗാലക്സി സ്ഥിതി ചെയ്യുന്നത്. അപ്പം നമുക്ക് ലഭ്യമായിട്ടുള്ള ഈ നമ്മൾക്ക് കാണപ്പെടുന്ന ഈ പ്രപഞ്ചം, നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ള ഈ പ്രപഞ്ചത്തിൽ നമ്മൾ ഏറെക്കുറെ തിട്ടപ്പെടുത്തിയിരിക്കുന്ന നക്ഷത്രങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 ഇട്ടിട്ട് അതിൻ്റെ കൂടെ 22 പൂജ്യം ഇട്ട ആ സംഖ്യ എത്രയോ അത്രയും നക്ഷത്രങ്ങൾ ഈ പ്രപഞ്ചത്തിലുള്ളതായിട്ട് കണക്കാക്കപ്പെട്ടിരിക്കുന്നു. അതിൽ ഓരോ നക്ഷത്രത്തിനും 5, 8, 10, 12 ഉപഗ്രഹങ്ങൾ അവയ്ക്ക് ചുറ്റും, പ്ലാനറ്റുകൾ അതിന് ചുറ്റും കറങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇതിൽ ഭൂമിക്ക് സമാനമായിട്ടുള്ള ഗ്രഹങ്ങളുണ്ടാകാം, ഒരുപാടുണ്ടാകാം. അതിലൊക്കെ ഭൂമിക്ക് സമാനമായിട്ടുള്ള ജീവൻ അവിടെ ഉണ്ടാകുമോ ഇല്ലയോ എന്നും നമുക്കറിയില്ല. ഉണ്ടാകാം. ഭൂമി ഉണ്ടായിട്ട് തന്നെ ഏകദേശം ഒരു 450 കോടി വർഷങ്ങളായിട്ടുണ്ട്. ആ ഭൂമിയിൽ ജീവൻ ഉണ്ടായിട്ട് തന്നെ സൈനോബാക്ടീരിയ എന്ന് പറയുന്ന ഈ ജീവൻ്റെ ആദ്യത്തെ കണിക ഉണ്ടാകുന്നത്, ഒരു ഏകകോശ ജീവികളൊക്കെ ഉണ്ടാകുന്നത് ഏതാണ്ടൊരു 300-350 കോടി വർഷങ്ങൾക്ക് മുമ്പാണ്. പിന്നെ അവിടെ നിന്ന് ഇങ്ങോട്ട് വേണ്ടി വന്നു മനുഷ്യ പരിണാമം ഉണ്ടാകാൻ ഏകദേശം ഒരു ആസ്ട്രലോപിതാക്കസ്, പിന്നെ ഈ പറഞ്ഞ പോലെ ഓരോ മനുഷ്യപൂർവ്വ രൂപങ്ങളിൽ നിന്നും മനുഷ്യനായിട്ട് ഒരു ഹോമോ സാപ്പിയൻസ് എന്ന് പറയുന്ന മനുഷ്യനായിട്ട് മനുഷ്യൻ ഏകദേശം കൃത്യമായിട്ടൊക്കെ ഏകദേശം രൂപത്തിൽ പരിണമിക്കുന്ന ഏതാണ്ട് ഒരു 3,00,000 വർഷങ്ങൾക്ക് മുമ്പാണ്. ഈ 3,00,000 വർഷങ്ങൾക്ക് അത് കഴിഞ്ഞ് കീഴ്പോട്ടേക്ക് ഒരു 50,000-നും 70,000-നും ഇടയ്ക്ക് വർഷങ്ങൾക്കിടയ്ക്കാണ് മനുഷ്യനൊരു കോഗ്നിറ്റീവ് ഡെവലപ്മെൻറ്റ് ഉണ്ടാകുന്നത്. അതിനുശേഷം ഒരു 10,000 വർഷങ്ങൾക്ക് മുമ്പാണ് മനുഷ്യനൊരു അലഞ്ഞു തിരിഞ്ഞ് ഗുഹാവാസികളായിട്ട് കഴിഞ്ഞ മനുഷ്യൻ ഒരു കൃഷിപരമായിട്ട് 10-12,000 വർഷമേ ആയിട്ടുള്ളൂ. പിന്നെ മനുഷ്യൻ സംസ്കാരങ്ങളോടുകൂടി ഒരു പ്രത്യേകതര സംസ്കാരങ്ങളെല്ലാം ഫോം ചെയ്യുന്നത്, നദീതട സംസ്കാരങ്ങളെല്ലാം ഫോം ചെയ്യുന്നത് ഏതാണ്ട് ഒരു 5,000 വർഷമായിട്ടുള്ളൂ. മനുഷ്യനെ ഇങ്ങനെ കാലക്രമേണ ഘട്ടമായിട്ട് പരിണമിച്ച് ഈ രൂപത്തിലായിട്ടുണ്ട് എന്നുള്ളതാണ്. മനുഷ്യൻ 150 വർഷമായിട്ടുള്ള റേഡിയോ സിഗ്നലുകൾ കണ്ടുപിടിച്ചിട്ട്. അപ്പോൾ ഈ കമ്മ്യൂണിക്കേഷൻ, അപ്പോൾ ഇതുപോലെ മറ്റൊരു പ്ലാനറ്റിൽ ഇങ്ങനെ ഒരു വികാസ പരിണാമങ്ങളിലൂടെ ഒരു ജീവി ഫോം ചെയ്യണമെങ്കിൽ, അതും അത്ഭുതപൂർവമായിട്ടുള്ള ടെക്നോളജി സ്വായത്തമാക്കത്തക്ക വിധം ഒരു ജീവി ഫോം ചെയ്യേണ്ടത് വരണമെങ്കിൽ അത് കുറച്ച് ചിന്തിക്കേണ്ട ഒരു കാര്യം തന്നെയായിരുന്നു. ഭൂമിക്ക് സമാനമായ ഗ്രഹമുണ്ടായാൽ പോരാ, അവിടെ ജീവി ഉണ്ടായാൽ പോരാ. ജീവി എന്ന് വെച്ചാൽ മത്സ്യം, പല ജീവികളുണ്ട്. ഈ ജീവി ഉണ്ടായാൽ പോരാ, അതിൽ ഈ ബുദ്ധിപരമായിട്ട് മുന്നോട്ട് പോകുന്ന ജീവി ഉണ്ടാകണം. അതുമാത്രമുണ്ട്, ബുദ്ധിയുള്ള ജീവി ഉണ്ടായാൽ പോരാ, ശാസ്ത്രീയ പുരോഗതി ഉണ്ടാവണം. ശാസ്ത്രീയ പുരോഗതി ഉണ്ടായാൽ മാത്രം പോരാ, ഇത്തരം റേഡിയോ സിഗ്നലുകളെല്ലാം കണ്ടെത്തി ആ ജീവി ഇൻ്റർപ്ലാനറ്ററി ജീവിയായിട്ട് പരിണമിക്കണം. ഇൻ്റർപ്ലാനറ്ററി ജീവിയായിട്ട് പരിണമിച്ചാൽ പോരാ, ഇൻ്റർസ്റ്റെല്ലാർ ജീവിയായിട്ട് മാറണം. അതായത് നക്ഷത്രാനന്തര യാത്രകൾ ചെയ്യുവാൻ കെൽപ്പുണ്ടാകുന്ന വിധത്തിലുള്ള ഈ ടെക്നോളജി സ്വായത്തമാക്കിയ ജീവിയാകണം. ഇതൊക്കെ വെച്ച് നോക്കുമ്പോൾ അതത്ര എളുപ്പമുള്ള കാര്യമല്ല എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കിയത്. കൂടാതെ മറ്റൊരു പ്ലാനറ്റിൽ അതിജീവിച്ച് പരിണമിച്ച് വന്ന ജീവി ഭൂമിയുടേതായിട്ടുള്ള ഹൈ പ്രഷറിലും നല്ലൊരു കട്ടിയുള്ള അന്തരീക്ഷത്തിലും അതിജീവിച്ച് ഇവിടുത്തെ ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഇങ്ങോട്ട് മുന്നോട്ട് വന്ന് അതിജീവിക്കാൻ സാധിക്കുമെന്ന് നമുക്ക് പെട്ടെന്ന് അങ്ങനെ ഉൾക്കൊള്ളാൻ പറ്റിയ ഒരാശയമായിരുന്നില്ല. അതുപോലെ തന്നെ പ്രപഞ്ചം വികസിച്ചു കൊണ്ടിരിക്കുകയാണ്. പ്രകാശത്തേക്കാൾ വേഗതയിൽ അകലെ കിടക്കുന്ന നക്ഷത്രങ്ങളെല്ലാം സ്പേസ് അങ്ങനെ വികസിച്ചു കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ അകലെ കിടക്കുന്ന, അത്യഗാധമായി അകലെ കിടക്കുന്ന ഒരു ജീവി ഇങ്ങോട്ട് വരാൻ ശ്രമിച്ചാൽ ആ ജീവി പ്രപഞ്ച വികാസം കൊണ്ട് തന്നെ ആ ജീവി ഇങ്ങനെ പിന്നിലേക്ക് അങ്ങനെ എത്തപ്പെടാൻ പറ്റാതെ തള്ളി പോകുന്നതാണ്.
ഈ ഒരു വസ്തുതകളൊക്കെ നിൽക്കുമ്പോഴാണ് നമ്മൾ അന്യഗ്രഹ ജീവികൾ ഭൂമിയിലേക്ക് വന്നിട്ടുണ്ടാകുമോ എന്നുള്ളൊരു സാധ്യതയെക്കുറിച്ച് ചിന്തിച്ചത്. അപ്പോൾ ഇത്തരം സാഹചര്യങ്ങളിലെല്ലാം അതിജീവിച്ചുകൊണ്ട് പല ജീവികളും മുന്നോട്ട് വന്നിട്ടുണ്ടെങ്കിൽ തന്നെ അത് ഇപ്പോൾ അമേരിക്കൻ സർക്കാർ പറയുന്നത് വന്നിട്ടുണ്ട് എന്ന് തന്നെയാണ്. പല നാവിഗേഷൻ ഏജൻസികളും അത് കണ്ടെത്തുകയുണ്ടായി, പല സൈനികമായിട്ടുള്ള ഏജൻസികളും കണ്ടെത്തുകയുണ്ടായി. 2 സ്പേസ് ശാസ്ത്രജ്ഞന്മാരാണ് അവർ, എഡ്വേർഡ് ആൻഡ് ജെയിംസ്. ഇവർ ജെമിനി 4 എന്ന ഒരു സ്പേസ് ഷിപ്പിൽ ഇവർ 100 കിലോമീറ്റർ മുകളിലായിട്ട് ഭൂമിയെ ഇങ്ങനെ ഭ്രമണം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അവരെ ശ്രദ്ധയപ്പെടുകയും ചെയ്ത അത് 20 മിനിറ്റോളം ചില UFOകൾ ഇവരെ പിന്തുടരുന്നതായിട്ട് ഇവർക്ക് അനുഭവപ്പെട്ടു. അവരത് യഥാവിധി സ്പേസ് സ്റ്റേഷനിലേക്ക് റിപ്പോർട്ട് ചെയ്യുകയാണ്. കൂടാതെ അമേരിക്കൻ സ്പേസ് ഏജൻസി ആയിട്ടുള്ള സ്കൈലാബിലുള്ള ജോലി ചെയ്തിരുന്ന ജാക്ക്, ഓവൻ, അലൻ എന്ന 3 ശാസ്ത്രജ്ഞന്മാർ, ഇവർ ഏകദേശം 10 മിനിറ്റോളം ഇതുപോലെയുള്ള ഒരു ശൂന്യാകാശ വാഹനം UFO ഇവരെ 10 മിനിറ്റോളം പിന്തുടരുന്നതായിട്ട് ഒരു റിപ്പോർട്ട് ചെയ്യുകയുണ്ടായി. 1976 ഇറാഖിലെ ടെഹ്റാനിൽ വെച്ച് ഈ വിവിധ വർണ്ണങ്ങൾ വാരി വിതറിക്കൊണ്ട് ഒരു UFO വാഹനം വട്ടമിട്ട് പറക്കുകയും അത് ജനങ്ങൾ ശ്രദ്ധിക്കുകയും ചെയ്തതായിട്ട് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. കൂടാതെ റഷ്യയുടെയും അമേരിക്കയുടെയും ഒക്കെ പല ഈ വാർത്താ ഉപഗ്രഹങ്ങളും ഭൂമിയെ ചുറ്റിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അത് പലതും അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ കിട്ടാതെ അത് എന്നേക്കുമായിട്ട് അപ്രത്യക്ഷമായി പോയതായിട്ടൊക്കെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ ഏറ്റവും പ്രധാനപ്പെട്ട 1947 മെക്സിക്കോയിലെ ഒരു റോസ്വെല്ലിൽ ഉണ്ടായിട്ടുള്ള ഒരു UFO തകർന്നു വീഴുകയും ജനങ്ങൾ അത് നേരിൽ കാണുകയും ചെയ്തു എന്നുള്ളതാണ്. ഈ റോസ്വെല്ലിലെ ഈ ഒരു പറക്കും തളിക തകർന്നു വീണത് വളരെയധികം പ്രസിദ്ധമായിട്ടുള്ള സംഭവമാണ്. ഇതുമാത്രമല്ല, ഒരുപാട് പറക്കും തളിക അനുഭവങ്ങൾ പലർക്കും ഉള്ളതായിട്ട് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് പലരും അവർക്ക് തോന്നലായിരിക്കും, അവർക്ക് ഇതേപോലെയുള്ള പല വിമാനങ്ങളായിരിക്കും, അമേരിക്കയുടെ പല രഹസ്യ ഈ കാലാവസ്ഥ വാഹനങ്ങളൊക്കെ ആയിരിക്കും എന്നെല്ലാം പറഞ്ഞുകൊണ്ട് അത് തള്ളിക്കളയുക ചെയ്തത്. പിന്നെ ഏരിയ 51 നമുക്കെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അമേരിക്കയുടെ അതിരഹസ്യമായിട്ടുള്ള ഒരു സ്ഥലമാണത്. വളരെ രഹസ്യമായ സങ്കേതമാണ്. അവിടെ അന്യഗ്രഹ പേടകം വന്ന് വീണു എന്നും അവിടുന്ന് ഈ അന്യഗ്രഹ പേടകത്തെയും ഒപ്പം തന്നെ 3 അന്യഗ്രഹ ജീവിയെയും അമേരിക്ക അക്വയർ ചെയ്തുകൊണ്ട് അവിടെ ഒരു വലിയൊരു പരീക്ഷണ ലബോറട്ടറി ഉണ്ടാക്കി. അങ്ങനെയാണ് അമേരിക്ക ഈ അന്യഗ്രഹ ജീവികളുടേതായിട്ടുള്ള ഈ വാഹനത്തിൻ്റെ വേഗത, അതിൻ്റെ ടെക്നോളജി ഇതെല്ലാം പഠിക്കാൻ ശ്രമിക്കുന്നതായിട്ടും ഒക്കെ ആയിട്ടാണ് ഈ ഏരിയ 51 ലാബിനെ പറ്റി പറഞ്ഞു കേൾക്കുന്നത്. അപ്പോൾ ഇതെല്ലാം അതിനിഗൂഢമാണ്. ഇതായാലും കുറേ രേഖകൾ പുറത്തു വിട്ടിട്ടുണ്ട്. അതിലെല്ലാം അന്യഗ്രഹ ജീവികളുടെ സാന്നിധ്യം ഉറപ്പിച്ചുകൊണ്ടുള്ള രേഖകളാണ് പുറത്തു വന്നിരിക്കുന്നത്. നമ്മൾ ഈ അന്യഗ്രഹ ജീവികൾ, ഈ പറക്കും തളികളും അന്യഗ്രഹ ജീവികളും ഒക്കെ ഉണ്ടോ എന്നുള്ളത് നമ്മൾ ഒരുപാട് സംശയങ്ങൾ ഉണ്ടാകത്തക്ക വിധത്തിലുള്ള നിർമ്മിതികൾ നമ്മുടെ ഭൂമിയിലുണ്ടായിട്ടുണ്ട്. അതിലൊന്നാണ് ഈ നമ്മുടെ സുപരിചിതമായിട്ടുള്ള പിരമിഡ്. ഈ പിരമിഡിനെ സംബന്ധിച്ച് പറഞ്ഞാൽ കിങ് ഖുഫുവിൻ്റെ ഒക്കെ പിരമിഡ് വളരെയധികം പ്രസിദ്ധമാണത്. ആരാണ് ഈ പിരമിഡ് ഉണ്ടാക്കിയത്? നമ്മളെപ്പോഴും നമ്മളെ അമ്പരപ്പിച്ചിട്ടുള്ളൊരു ചോദ്യമാണ്. ഇന്നത്തെ ടെക്നോളജി ഉണ്ടായിരുന്നില്ല. ഒരു 2500-1500 വർഷങ്ങൾക്കിടയിലാണ് പിരമിഡ് പണിയുന്നത്, BC. അപ്പോൾ ഇന്ന് ക്രെയിൻ സൗകര്യമോ ഇത്ര വലിയ കല്ല് അവിടെ കൊണ്ടെത്തിക്കാനുള്ള സൗകര്യങ്ങളൊന്നും അന്നുണ്ടായിരുന്നില്ല. ഇന്നത്തെ ടെക്നോളജി പോലും നമുക്ക് അതുപോലെയുള്ള ഒരു പിരമിഡ് പണിതെടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. നടപ്പാവും തോന്നുന്നില്ല. അത്രമാത്രം വലുതാണ് ഈ പിരമിഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഈ പിരമിഡിൽ ഉപയോഗിച്ചിരിക്കുന്ന കല്ലിന്
ഏകദേശം ഒരു 15 ടൺ മുതൽ 20 ടൺ വരെ ഭാരമുണ്ട്. ഇതുപോലെ ഏകദേശം 23 ലക്ഷം കല്ലുകളാണ് ഈ പിരമിഡ് നിർമ്മാണത്തിനായിട്ട് ഉപയോഗിച്ചിരിക്കുന്നത്. അതായത് ഇന്നത്തെ ടെക്നോളജി ഒന്നും ഇല്ലാതിരുന്നൊരു കാലത്ത് 23 ലക്ഷം കല്ലുകൾ വച്ച് വളരെയധികം എൻജിനീയറിങ് തികവോടുകൂടി ഇത്രയും വർഷങ്ങൾക്ക് മുമ്പ് മനുഷ്യൻ ആ ഒരു നിർമ്മിതി ഉണ്ടാക്കിയിട്ടുണ്ടാകുമോ? അതിൽ ഏതെങ്കിലും ഒരു ബാഹ്യശക്തിയുടെ ഇടപെടൽ ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളത് നമുക്കിപ്പോഴും കൃത്യമായ ഉത്തരം തരാൻ സാധിക്കുന്നില്ല. കാരണം ടെക്നോളജി ഇല്ല. യാതൊരു വിധത്തിലുള്ള വാഹനങ്ങളോ യാതൊരു വിധത്തിലുള്ള കല്ല് വെട്ടിയുണ്ടാക്കുന്ന ടെക്നോളജി ഒന്നും അന്നില്ല. അന്നൊക്കെ ഈ ഒലീവിൻ്റെ എണ്ണ കൊണ്ടുണ്ടാക്കിയ വെളിച്ചത്തിലൊക്കെയാണ് മനുഷ്യനന്ന് ജീവിച്ചുകൊണ്ടിരുന്നത് അതിപ്രാകൃതമായ സമൂഹത്തിൽ. അപ്പോൾ ഈ ഒരു പിരമിഡ് ഉണ്ടാക്കിയതിന് പിന്നിൽ എന്തെങ്കിലും ഒരു പൗരാണികമായിട്ടുള്ളൊരു ബാഹ്യശക്തി പ്രവർത്തിച്ചിട്ടുണ്ടോ എന്നുള്ളത് എന്നും കുറേ ആളുകൾ സന്ദേഹമുണ്ടാക്കുന്ന കാര്യമാണ്. അതുപോലെ തന്നെ നമ്മളെ വല്ലാതെ വിസ്മയിപ്പിച്ചിട്ടുള്ള ഒരു നിർമ്മിതിയാണ് എല്ലോറ ഗുഹാക്ഷേത്രം എന്ന് പറയുന്നത്. ഏകദേശം 1300 വർഷങ്ങൾക്ക് മുമ്പ് ഒരു നിർമ്മിച്ചതാണ് ഈ ക്ഷേത്രം എന്നാണ് അനുമാനിക്കുന്നത്. ഒരു വലിയൊരു പാറയിൽ അതിൽ മുകളിൽ നിന്ന് കൊത്തിയുണ്ടാക്കി ഒരു പ്രത്യേക തൂണുകളും കാര്യങ്ങളൊക്കെ ആയിട്ട് അതിഭീമമായ ഒരു ക്ഷേത്രം ഇന്നത്തെ സാങ്കേതികമായിട്ടുള്ള ടെക്നോളജിയിൽ ഉണ്ടാക്കാൻ നമുക്ക് സാധിച്ചൊന്നും വരില്ല. അത്ര കണ്ട് നമ്മൾ അമ്പരിപ്പിക്കുന്ന ഒരു ക്ഷേത്ര നിർമ്മിതിയാണ് എല്ലോറയിലെ ക്ഷേത്രം എന്ന് പറയുന്നത്. ഇത് നിർമ്മിക്കുമ്പോൾ ഒരു 80 ലക്ഷത്തോളം കല്ലുകൾ, പാറക്കല്ലുകൾ അവിടെ നിന്ന് നീക്കം ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഇതിൻ്റെ ഒന്നും യാതൊരു വിധത്തിലുള്ള ഈ കല്ല് അവിടെ നീക്കം പെട്ടതായിട്ട് യാതൊരു തെളിവുകളോ ഒന്നും അവിടെ ഇല്ല. അവിടെ നമുക്ക് അനുഭവപ്പെടില്ല. ഈ കല്ലുകൾ ഇത് വെട്ടി ചെത്തി മിനുക്കി എടുത്ത ശേഷമുണ്ടാകുന്ന ഈ പാറപ്പൊടികൾ എവിടെ കൊണ്ടിട്ടു? അത് അവിടെ യാതൊരു തെളിവുകളും അങ്ങനെ നമുക്ക് ലഭിക്കുന്നില്ല. പക്ഷേ ക്ഷേത്രം വളരെ വളരെ നല്ല ഭംഗിയിൽ കൊത്തിയുണ്ടാക്കപ്പെട്ട ആ ക്ഷേത്രം നമ്മളെപ്പോഴും വിസ്മയിപ്പിക്കുന്ന ആ ക്ഷേത്രത്തിൻ്റെ നിർമ്മിതിക്ക് പിന്നിൽ ഒരു മനുഷ്യേതരമായിട്ടുള്ളൊരു ബാഹ്യശക്തി ഉണ്ടായിട്ടുണ്ടോ എന്ന് വിസ്മയിച്ചാൽ അവരെ കുറ്റം പറയാൻ പറ്റില്ല. അത്രമേൽ പെർഫെക്റ്റായിട്ട് വളരെ ഫിനിഷിംഗ് ആയിട്ടാണ് ആ ക്ഷേത്രം അവിടെ നിർമ്മിച്ചിരിക്കുന്നത്. ഇന്നത്തെ ടെക്നോളജി പോലും ഇന്നത്തെ ഇത്രമേൽ അഭൂതപൂർവമായ വളർച്ച പ്രാപിച്ചിട്ടുള്ള സാങ്കേതികമായ ഉപകരണങ്ങൾ കൊണ്ടുപോലും നമുക്കത് എത്ര കൃത്യതയോടെ ഉണ്ടാക്കാൻ സാധിച്ചൊന്നും വരില്ല. അതാണ് എല്ലോറയിലെ ക്ഷേത്രത്തിൻ്റെ ഒരു പ്രത്യേകത. പിന്നെ നമ്മളെയൊക്കെ അമ്പരപ്പിക്കുന്ന ഒരു നിർമ്മിതി എന്ന് പറയുന്നത് പെറുവിലുള്ള നാസ്ക എന്ന് പറഞ്ഞ സ്ഥലത്തുള്ളൊരു നിർമ്മിതിയാണത്. അത് മല ഇങ്ങനെ മുകളിലുള്ള ഭാഗം ചെത്തി മിനുക്കി കളഞ്ഞ് അവിടെ ഒരു വലിയ അതിഭീമാകാരമായിട്ടുള്ള രീതിയിൽ ചില ചിത്രപ്പണികൾ ചെയ്തു വച്ചിട്ടുണ്ട്. ഈ ചിത്രപ്പണികൾ നമുക്ക് ഭൂമിയിൽ നിന്ന് നോക്കിയാൽ കാണാൻ സാധിക്കില്ല. മുകളിൽ നിന്ന് നോക്കിയാൽ മാത്രമേ നമുക്ക് ഈ പല പക്ഷികളുടെയും മൃഗങ്ങളുടെയും ഒക്കെ ചിത്രങ്ങൾ അവിടെ ഭൂമിയിൽ കൊത്തിവെച്ചിരിക്കുന്നത് കാണാൻ സാധിക്കുള്ളൂ. അതായത് മുകളിൽ നിന്ന് നോക്കുന്ന, സാധാരണ അന്നത്തെ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം താഴെ നിന്ന് നോക്കേണ്ട ആവശ്യമേ ഉള്ളൂ, മുകളിൽ നിന്ന് നോക്കേണ്ട ആവശ്യമില്ല. പക്ഷേ മുകളിൽ നിന്ന് നോക്കേണ്ട ഒരു വിധത്തിൽ, മുകളിൽ നിന്ന് നോക്കിയാൽ കാണാവുന്ന വിധത്തിൽ ഇപ്രകാരമുള്ള ചിത്രപ്പണികൾ അവിടെ ചെയ്തു വച്ചിട്ടുണ്ടെങ്കിൽ അതിന് പിന്നിൽ മുകളിൽ നിന്ന് കാണേണ്ട ആളുകൾ, മുകളിൽ നിന്ന് കാണേണ്ട ഏതൊരു ശക്തികളായിട്ട് ആവശ്യമായിരിക്കാം, അവരായിരിക്കാം ഇതിന് പിന്നിലെന്നാണ് ഈ പറഞ്ഞ നാസ്കയിലെ ചിത്രങ്ങൾ നമ്മളോട് വിളിച്ചു പറയുന്നത്. എന്തൊക്കെ തന്നെയായാലും ഇതുപോലെ അനവധി നമ്മളെ വിസ്മയിപ്പിക്കുന്ന അന്യഗ്രഹ ജീവികളുടെ സാന്നിധ്യം ആയിട്ടാണോ, അല്ലെങ്കിൽ അവർ നിർമ്മിച്ചതാണോ, അല്ലെങ്കിൽ അവർ മനുഷ്യരും കൂടി
നിർമ്മിച്ചതാണോ എന്ന് തോന്നിപ്പിക്കുന്ന വിധത്തിലുള്ള അനവധി നിർമ്മിതികൾ നമുക്ക് ഭൂമിയിൽ പല സ്ഥലത്തുമായിട്ട് കാണാൻ സാധിക്കും. അപ്പോൾ ഇതെല്ലാം വിരൽ ചൂണ്ടുന്നത് ഒരൊറ്റ ശക്തിയുടെ മേലേക്കാണ്. അതാണ് അന്യഗ്രഹ ജീവികൾ എന്ന് പറയുന്നത്. ഇതുകൂടാതെ നമുക്ക് ചില നാഗരികതകളിൽ നമുക്ക് മൺമറഞ്ഞു പോയ ചില പൗരാണികമായ നാഗരികത രേഖകൾ നമുക്ക് ലഭിക്കുകയുണ്ടായി. സുമേറിയ, മെസപ്പൊട്ടേമിയ നാഗരികതകളിലൊക്കെ നമുക്ക് ചില വിചിത്രമായിട്ടുള്ള ഒരു ചിന്തകൾ നമുക്കവിടെ കാണാൻ സാധിക്കും. നമ്മളെ അമ്പരപ്പിക്കുകയും ഏറെ കൗതുകമുണർത്തുകയും ചെയ്യുന്ന അവരുടെ നിഗമനങ്ങൾ അവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഈ ഏലിയൻ ജീവികളും മനുഷ്യരും തമ്മിൽ മുഖാമുഖം നേർക്ക് നിന്ന് പടപൊരുതിയ കുറേ മുഹൂർത്തങ്ങളാണ് നമുക്കതിലൂടെ കാണാൻ സാധിക്കുന്നത്. ഏകദേശം ഒരു 4 ലക്ഷം വർഷങ്ങൾക്ക് മുമ്പാണ് ഈ നാഗരികതകളെല്ലാം സജീവമായിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമുക്ക് കിട്ടിയിരിക്കുന്നത് കുറേ ശിലാഫലകങ്ങൾ കിട്ടിയിട്ടുണ്ട്. അത് 40,000-ഓളം വരുന്ന ശിലാഫലകങ്ങളാണത്. അതിൽ ക്യൂണിഫോം ലിപിയിലാണ് അവർ നമ്മളോട്, വരും തലമുറയോട് സംവദിക്കാൻ വേണ്ടി എഴുതി വച്ചിരിക്കുന്ന ക്യൂണിഫോം ലിപി. ഇത് ഈ ഇടയ്ക്ക് ഡീകോഡ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് പ്രകാരം ഒരു അനുനാഗികൾ എന്ന് പറയുന്ന ഒരു അന്യഗ്രഹ ജീവികളെക്കുറിച്ച് അതിൽ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. ഈ അനുനാഗികൾക്ക് ഭൂമിയിലേക്ക് വരുന്നതിന് ഒരു പ്രത്യേകമായ ഉദ്ദേശമുണ്ടായിരുന്നു. ഈ ഉദ്ദേശം എന്ന് വെച്ചാൽ അവരുടെ ഗ്രഹം, നീബ്രു ഗ്രഹത്തിൻ്റെ ഒരു ഹീറ്റിംഗ് അറ്റ്മോസ്ഫിയറിനെ പരിഹരിക്കാൻ വേണ്ടിയിട്ട് ഒരു ഗ്രഹത്തിലെ തകരാറുകൾ അല്ലെങ്കിൽ അവരുടെ ശരീരത്തിൻ്റെ ഉണ്ടാകുന്ന തകരാറുകൾ പരിഹരിക്കാൻ വേണ്ടി അവർക്കൊരു പ്രധാനപ്പെട്ടൊരു മെറ്റൽ വേണമായിരുന്നു. അത് ഭൂമിയിൽ സമൃദ്ധമായിട്ടുണ്ടായിരുന്നു. അതാണ് മോണോ ആറ്റോമിക് ഗോൾഡ് എന്ന് പറയുന്നത്. ഇത് വളരെ വലിയൊരു കണ്ടൻസർ മെറ്റലാണത്. വൈദ്യുതിയെ വളരെയധികം കടത്തി വിടുന്ന ഒരു ചാലക മോണോ ആറ്റോമിക് ഗോൾഡ് എന്ന് പറയുന്നത് വളരെയധികം വലിയൊരു കണ്ടൻസറാണത്. അപ്പോൾ ഈ ഗോൾഡ്, മോണോ ആറ്റോമിക് ഗോൾഡ് ഖനനം ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ അനുനാഗികൾ ഭൂമിയിലേക്ക് വന്നതായിട്ടാണ് പറയപ്പെടുന്നത്. ഈ ഭൂമിയിലേക്ക് വന്നപ്പോൾ അവർ വലിയൊരു ഖനികളൊക്കെ ഉണ്ടാക്കി. അതിനകത്ത് അവർ നല്ലപോലെ ഈ മെസപ്പൊട്ടേമിയ താഴ്വരയിലാണ് അവർ വന്നത്. ഏകദേശം ഒരു 4-4.5 ലക്ഷം വർഷങ്ങൾക്ക് മുമ്പാണ് അവർ ഭൂമിയിലേക്ക് വരുന്നത്, മെസപ്പൊട്ടേമിയൻ താഴ്വരയിൽ. അപ്പോൾ ഇവർ ഖനനം ചെയ്തെടുക്കാൻ വേണ്ടി അവർക്ക് വളരെയധികം ശ്രമാവഹമായ ബുദ്ധിമുട്ട് നേരിട്ടപ്പോൾ ഭൂമിയിലെ തന്നെ കാണപ്പെട്ട ഈ പല ജീവികളും പരിണാമപരമായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അതിലൊന്ന് ഹോമോ ഇറക്റ്റസ് എന്ന് പറയുന്ന മനുഷ്യപൂർവ്വ രൂപമായിരുന്നു. ഈ ഹോമോ ഇറക്റ്റസിൽ അനുനാഗികളായ തങ്ങളുടെ ഈ ജീനും കൂടി മിക്സ് ചെയ്തിട്ട് ഒരു പ്രത്യേക സാങ്കേതികമായിട്ടൊക്കെ അവർ ഉണ്ടാക്കിയെടുത്ത, ഒരാണിനും പെണ്ണിനും സെപ്പറേറ്റ് ആയിട്ട് ഉണ്ടാക്കിയെടുത്ത ജീവിവർഗമായിരുന്നു ഹോമോ സാപ്പിയൻസ് എന്ന് പറയുന്ന ഈ ആധുനിക മനുഷ്യൻ എന്നൊരു ഒരു സങ്കല്പ സിദ്ധാന്തമുണ്ട്. മനുഷ്യനിൽ HAR1 എന്ന് പറയുന്നൊരു ജീനുണ്ട്. അപ്പോൾ ഈ ജീനാണ് മനുഷ്യനെ രൂപപ്പെടുത്തുന്നതിൽ പ്രധാന പങ്ക് വഹിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ ജീൻ HAR1 എന്ന് പറയുന്ന ഈ ജീൻ പുറത്തു നിന്ന് വന്നതാണോ അഥവാ എങ്ങനെയോ ആണ് മനുഷ്യനിലത് ഉണ്ടായത്. പക്ഷേ ഈ ഒരു നിഗൂഢ സിദ്ധാന്തവും ഇതുമായിട്ട് ഇങ്ങനെ ഒത്തൊരുമിപ്പിച്ചുകൊണ്ട് പ്രചരിപ്പിക്കുന്നതാണോ എന്നറിയില്ല. പക്ഷേ ഇങ്ങനെ ഒരു ജീൻ ലെവൽ എഡിറ്റിംഗ് മനുഷ്യന് നടന്നിട്ടുണ്ട് എന്ന് ഒരു വിഭാഗം ആളുകൾ സംശയിക്കുന്നുണ്ട്. അത് ഇപ്രകാരം ഈ കഥയുമായിട്ട് ഒത്തുപോകുന്നു എന്ന് ഉള്ളത് കൊണ്ട് അതാണ് ഇത് ശരിയെന്ന് പറഞ്ഞ് വിശ്വസിക്കുന്ന ഒരു വിഭാഗം ആളുകൾ നമ്മുടെ ഒപ്പമുണ്ട്. ഈ അനുനാഗികളാണ് മനുഷ്യനെ സൃഷ്ടിച്ചത്. ഈ മനുഷ്യനെ മനുഷ്യനാക്കി മാറ്റി ഈ പറഞ്ഞ
ഈ മോണോ ആറ്റോമിക് ഗോൾഡ് ഖനനം ചെയ്ത് എടുക്കുവാൻ ഇവനെ പ്രാപ്തരാക്കി ഈ ഖനനം ചെയ്ത് ഈ ഗോൾഡ് മുഴുവനും അവരുടെ നീബ്രു ഗ്രഹത്തിലേക്ക് കടത്തിക്കൊണ്ടുപോയി എന്നാണ് ഒരു സിദ്ധാന്തം, ഒരു ഗൂഢസിദ്ധാന്തം പ്രചരിക്കുന്നത്. ഇതിലെത്ര വാസ്തവമുണ്ട് എന്നൊന്നും അറിയില്ല. എന്നാലും നമ്മൾക്ക് ഇതിനകത്ത് മതിയായ തെളിവുകൾ ലഭിച്ചിട്ടില്ലാത്തത് കൊണ്ടും നമ്മൾ ഇത് ശാസ്ത്രീയപരമായി അംഗീകരിക്കുന്നില്ല എന്നുള്ളതാണ്. ചൊവ്വ ഗ്രഹത്തിൽ നമുക്ക് കാണപ്പെട്ട ഒരു സിനോൺ മൂലകമുണ്ട്. വലിയൊരു ന്യൂക്ലിയർ എക്സ്പ്ലോഷൻ നടന്ന ശേഷം ഉണ്ടാകുന്ന ഒരു മൂലകമാണ് സിനോൺ എന്ന് പറയുന്ന മൂലകം. ഇത് ചൊവ്വയുടെ പ്രതലത്തിൽ നമുക്ക് കണ്ടെത്താൻ സാധിച്ചിട്ടുണ്ട്. അപ്പോൾ ഇപ്രകാരമുള്ള ന്യൂക്ലിയർ എക്സ്പ്ലോഷൻസ് ഈ അനുനാഗികൾ ചൊവ്വയിൽ വന്നതാണോ, ചൊവ്വയിൽ നിന്ന് മനുഷ്യൻ ഇവിടെ നിന്ന് വന്നതാണോ, ഈ എന്തായാലും ചൊവ്വയിൽ ഒരു ന്യൂക്ലിയർ എക്സ്പ്ലോഷൻ നടന്നതായിട്ടുള്ള തെളിവുകൾ നമുക്ക് കിട്ടിയിട്ടുണ്ട്. പിന്നെ ഈ പറയുന്ന പോലെ മനുഷ്യൻ ഈ സാപ്പിയൻസുമായിട്ട് പരിണമിക്കുന്ന പല മിസ്സിംഗ് ലിങ്കുകളൊക്കെ നമുക്ക് ലഭിക്കാതെ പോയിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം ചേർത്ത് വായിക്കുമ്പോൾ ഈ അനുനാഗികളാണ് മനുഷ്യനെ സൃഷ്ടിച്ചത്, മനുഷ്യനെ മനുഷ്യനാക്കി മാറ്റിയത്. അവരുടേതായിട്ടുള്ള സ്വർണം ഉത്ഖനനം ചെയ്തെടുക്കുവാനുള്ള ആവശ്യത്തിലേക്ക് വേണ്ടി മനുഷ്യനെ പരുവപ്പെടുത്തിയെടുക്കുകയായിരുന്നു. അങ്ങനെയാണ് മനുഷ്യന് എപ്പോഴും സ്വർണത്തോടുള്ള താല്പര്യം ഉള്ളത് എന്നൊക്കെ പ്രചരിപ്പിക്കുന്ന ആളുകളുണ്ട്. അപ്പോൾ ഇതെത്ര ഗൂഢസിദ്ധാന്തങ്ങൾ എന്ത് തന്നെയായാലും അതിനൊന്നും മതിയായ തെളിവുകൾ ശാസ്ത്ര സമൂഹത്തിന് നമുക്ക് ലഭിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇത്തരം വാദങ്ങളെല്ലാം ബാലിശമായിട്ട് തന്നെയാണ് നമ്മൾ പരിഗണിക്കുന്നത്. എന്തായാലും അന്യഗ്രഹ ജീവികൾ ഈ ഭൂമിയിൽ വന്നിട്ടുണ്ട് എന്നുള്ളതിൻ്റെ തെളിവുകൾ അമേരിക്ക വിട്ടു. ഇതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ നമുക്ക് ഇനി വരാൻ പോകുന്ന നാളുകളിൽ ഇത്തരം അന്യജീവികളുമായിട്ട് മനുഷ്യന് നേരിടേണ്ടി വരുമോ, അത് ശുഭകരമായി അവസാനിക്കുമോ, അതോ ദുരന്ത പര്യവസാനമായി ഭൂമിയുടെ നിലനിൽപ്പിന് തന്നെ ഒരു ചോദ്യചിഹ്നമായിട്ട് മാറുമോ എന്നറിയില്ല. ഇതെല്ലാം ഇനി വരാൻ പോകുന്ന പൂരമാണ്. എന്തായാലും അതിവിദൂരമല്ലാത്ത ഭാവിയിൽ ഇപ്രകാരം അന്യഗ്രഹ ജീവികൾ ഭൂമിക്ക് മേൽ ആധിപത്യം സ്ഥാപിക്കാൻ ശ്രമിച്ചാൽ, നമ്മൾ വോയേജർ പേടകം അയച്ചിട്ടുണ്ട്. അതിൽ ഇവിടെ ഭൂമിയുണ്ടെന്നും ഭൂമിയിലെ മനുഷ്യർ ഇപ്രകാരമൊക്കെയാണ് ജീവിക്കുന്നത്, മനുഷ്യൻ്റെ ഫോട്ടോ, മനുഷ്യൻ്റെ ശബ്ദങ്ങൾ, മനുഷ്യരുടെ ചിത്രങ്ങൾ ഇതെല്ലാം വോയേജറിലേക്ക് ഉൾപ്പെടുത്തിക്കൊണ്ടാണ് നമ്മൾ ഇൻ്റർസ്റ്റെല്ലാർ ഒബ്ജക്റ്റായിട്ട് വോയേജറിനെ ഇവിടെ നയിച്ചിട്ടുള്ളത്. ഏതെങ്കിലും ഒരു അന്യഗ്രഹ ജീവിക്ക് ഇത് കിട്ടിയാൽ അവൻ ഇങ്ങനെ ഒരു ഭൂമിയുണ്ട് എന്ന് തിരിച്ചറിയട്ടെ, അവർ ഭൂമിയുമായിട്ടൊരു സൗഹൃദ ബന്ധം നിലനിർത്താൻ താല്പര്യമുണ്ട് എങ്കിൽ അത് സംഭവിക്കട്ടെ എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയിട്ടാണ് നമ്മൾ പല ഇതൊക്കെ റേഡിയോ സിഗ്നലൊക്കെ അയച്ചിട്ടുള്ളത്. അപ്പം ഇതിന് നേരെ ഘടകവിരുദ്ധമായിട്ട് ഭൂമിയെ കീഴ്പ്പെടുത്താൻ വേണ്ടി അന്യഗ്രഹ ജീവികളുടെ സമൂഹം വന്നുകൂടാ എന്നൊന്നും നമുക്ക് ഇപ്പോൾ പറയാൻ സാധിക്കില്ല. എന്നിരുന്നാലും ശാസ്ത്രം വളരട്ടെ, ഇനിയും ഒരുപാട് കണ്ടുപിടുത്തങ്ങൾ ഉണ്ടാകട്ടെ. ഈ അന്യഗ്രഹ ജീവികളുമായിട്ട് ഇനി എന്തെങ്കിലും പ്ലാനറ്റുകൾ അവശേഷിക്കുന്നുണ്ടോ അന്നെല്ലാം സയൻസ് മനസ്സിലാക്കട്ടെ. മനുഷ്യനെ ഒരു പ്ലാനറ്ററി സ്പീഷീസാക്കി വളർത്താൻ നമ്മുടെ ശാസ്ത്രത്തിന് ഉതകട്ടെ. ഇത്രമാത്രം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.